കാത്തിരിപ്പുകൾക്ക് വിരാമം. 2026 ഫിഫ ലോകകപ്പിന് അക്ഷരാർത്ഥത്തിൽ ഒരു തീപ്പൊരി തുടക്കം. കളി തുടങ്ങി. അപ്പോഴേക്കും ആവേശം കൊടുമുടിയിൽ. ഉദ്ഘാടന മത്സരത്തിന് സഹ ആതിഥേയരായ മെക്സിക്കോയുടെ കരുത്തിന് മുന്നിൽ ദക്ഷിണാഫ്രിക്ക തകർന്നു തരിപ്പണമായിരിക്കുകയാണ്. വെറും ഒരു വിജയമല്ല, ആവേശവും നാടകീയതയും ഒപ്പം ചുവപ്പ് കാർഡുകളുടെ ഒരു പെരുമഴയും കണ്ട പോരാട്ടം. മത്സരത്തിന്റെ ആദ്യ വിസിൽ മുഴങ്ങിയത് മുതൽ മെക്സിക്കോ ആക്രമിച്ചു കയറുകയായിരുന്നു. ദക്ഷിണാഫ്രിക്കൻ പ്രതിരോധത്തിന് ശ്വാസം വിടാൻ പോലും മെക്സിക്കൻ പട അവസരം നൽകിയില്ല. കളി തുടങ്ങി 9-ാം മിനിറ്റിൽ തന്നെ ആദ്യ വെടിപൊട്ടി. ദക്ഷിണാഫ്രിക്കൻ താരം സിത്തോളെ വരുത്തിയ ഒരു മാരക പിഴവ്. പന്ത് നേരെ കിനോനസിന്റെ കാലുകളിലേക്ക്. ഇടതുവിങ്ങിലൂടെ കാറ്റിലിരമ്പി വന്ന ആ അതിവേഗ മുന്നേറ്റം ബോക്സിനുള്ളിലേക്ക്. ഷോട്ട്, ഗോൾ. 2026 ലോകകപ്പിലെ ആദ്യ ഗോൾ മെക്സിക്കോയുടെ കിനോനസ് സ്വന്തം പേരിൽ കുറിച്ചു. ആദ്യ പകുതിയിൽ മെക്സിക്കോയുടെ വൺമാൻ ഷോ ആയിരുന്നു. കിനോനസിന്റെ മറ്റൊരു തകർപ്പൻ ഷോട്ട് പോസ്റ്റിലിടിച്ച് മടങ്ങിയത് മാത്രമാണ് ദക്ഷിണാഫ്രിക്കയെ കൂടുതൽ നാണക്കേടിൽ നിന്ന് രക്ഷിച്ചത്. എന്നാൽ യഥാർത്ഥ ത്രില്ലർ തുടങ്ങിയത് രണ്ടാം പകുതിയിലാണ്. രണ്ടാം പകുതി തുടങ്ങി വെറും 35 സെക്കൻഡിൽ മെക്സിക്കോ വീണ്ടും ഗോളിനടുത്തെത്തി. പിന്നാലെ ആരും പ്രതീക്ഷിക്കാത്ത ആ നാടകീയ നിമിഷം. 48-ാം മിനിറ്റിൽ ഗോൾ ലക്ഷ്യമാക്കി കുതിച്ച മെക്സിക്കൻ താരം സ്വാനയെ അവസാന പ്രതിരോധക്കാരനായ സിത്തോളെ ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നു. റഫറി ഒട്ടും മടിച്ചില്ല, നേരിട്ട് ചുവപ്പ് കാർഡ്. സിത്തോളെ പുറത്തേക്കാം. ദക്ഷിണാഫ്രിക്ക 10 പേരായി ചുരുങ്ങി. സംഖ്യാബലത്തിലെ ഈ മുൻതൂക്കം മെക്സിക്കോ കൃത്യമായി മുതലാക്കി. 67-ാം മിനിറ്റിൽ അൽവാരാഡോയുടെ ഒരു കിടിലൻ ക്രോസ്. ബോക്സിൽ ഉയർന്നു ചാടിയ റൗൾ ഹിമിനസിന്റെ ഒരു ബുള്ളൻ ഹൈഡർ. പന്ത് നേരെ വലയിൽ. ലോകകപ്പ് വേദിയിൽ ഹിമിനസിന്റെ ആദ്യ ഗോൾ. സ്കോർ മെക്സിക്കോ 2, ദക്ഷിണാഫ്രിക്ക 0. രണ്ട് ഗോളിന് പിന്നിലായെങ്കിലും ദക്ഷിണാഫ്രിക്ക തിരിച്ചടിക്കാൻ നോക്കി. പക്ഷെ വിധി അവർക്ക് ഒട്ടും അനുകൂലമായിരുന്നില്ല. കളി തീരാൻ 6 മിനിറ്റ് ബാക്കി നിൽക്കെ മെക്സിക്കൻ താരം അൽവാരാഡോയുടെ മുഖത്തടിച്ചതിന് സ്വാനയ്ക്കും കിട്ടി നേരിട്ട് ചുവപ്പ് കാർഡ്. ഇതോടെ ദക്ഷിണാഫ്രിക്കൻ നിരയിൽ അവശേഷിച്ചത് വെറും 9 പേർ. കഥ അവിടെയും തീർന്നില്ല. കളി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരു അവസരം നിഷേധിച്ചതിന് മെക്സിക്കൻ താരം മൊണ്ടസനും കിട്ടി ചുവപ്പ് കാർഡ്. അങ്ങനെ 10 പേരുമായി മെക്സിക്കോയും 9 പേരുമായി ദക്ഷിണാഫ്രിക്കയും മത്സരം അവസാനിപ്പിച്ചു. എന്തൊരു ക്ലൈമാക്സ്! ആക്രമണത്തിലും പ്രതിരോധത്തിലും അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും മെക്സിക്കോയുടെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു ഗ്രൗണ്ടിൽ. അടുത്ത മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണ കൊറിയയെ നേരിടുമ്പോൾ ആദ്യ തോൽവിയുടെ ആഘാതത്തിൽ തകർന്ന ദക്ഷിണാഫ്രിക്കയ്ക്ക് ചെക്കിക്കെതിരെയുള്ള മത്സരം ജീവൻ മരണ പോരാട്ടമാകും. കൂടുതൽ ലോകകപ്പ് വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. സ്റ്റേ ട്യൂൺഡ്.